Watch India's largest kids library only on Jio Hotstar. Download the app now. തീർന്നു അത്ര തന്നെ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ ദേ കണ്ടു എന്റെ പുതിയ ടെലിപോർട്ടിംഗ് മെഷീൻ. ദേ മെഷീന്റെ ഈ ബട്ടൺ അമർത്തിയിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ മതി. ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ട് കണ്ണുകൂടി തുറക്കുമ്പോഴേക്കും പോകാൻ കഴിയൂ. വലിയേട്ടാ എനിക്കത് കാണണമെന്നുണ്ട്. എനിക്കതൊന്ന് കാണിച്ചു തരൂ. ഞാൻ ആ മെഷീൻ ഒന്ന് കണ്ടോട്ടെ. കാണിക്കു ചേട്ടാ. ഇത് എവിടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്ന കാണട്ടെ. ഞാനൊരു നല്ല സ്ഥലം പറഞ്ഞു തരാം. അവിടെ ആവുമ്പോ നല്ല രുചിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള ആഹാരങ്ങൾ കിട്ടുന്നേ. മോട്ടു ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തില് ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് പറയരുത്. അങ്ങനെ എങ്ങാനും ചെയ്താൽ വലിയ പ്രശ്നമാകും. മനസ്സിലായോ? എന്റെ പത്തില് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ പറയുന്ന സ്ഥലത്ത് പോയാലുണ്ടല്ലോ നമുക്കെല്ലാവർക്കും വയറ് നിറച്ച് ആഹാരം കഴിക്കാം, നല്ലപോലെ ഡാൻസും കളിക്കാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, എന്നിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാം. നല്ലപോലെ എൻജോയ് ചെയ്യാന്നേ. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, നീ അതുപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് പോണെന്ന് വെച്ചാൽ ഞാനും നിന്റെ കൂടെ വരാം. അതെ ശരി, ഇപ്പൊ എല്ലാവരും മോട്ടുവിന്റെ കൈ പിടിക്കേ. നമ്മളെല്ലാരും അവന്റെ കൂടെ തന്നെ പോകാം. അതെ വാ പോവാം. ഓക്കേ റെഡി? അതെ മെഷീനെ, ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. അവിടെ ഞങ്ങൾക്കെല്ലാം കഴിക്കാൻ ഒരുപാട് ഭക്ഷണം ഉണ്ടാവണം. മാത്രമല്ല പാട്ടും ഡാൻസും ഒക്കെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഈ പറഞ്ഞതൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വേഗം കൊണ്ടുപോയേ. പൊളിച്ചേ, നമ്മളൊക്കെ പാർട്ടിയിൽ എത്തിപ്പെട്ടേ. പൊളിച്ചല്ലോ, ഇത് കൊള്ളക്കാരുള്ള സ്ഥലമാണോട്ടാ. അങ്ങോട്ട് പോയാ അവര് നമ്മളെല്ലാവരും ഉപദ്രവിക്കൂട്ടാ. മോട്ടു തിരിച്ചു വന്നേക്ക്. ഇത് ഡാക്കുവിന്റെ പാർട്ടിയാണ്. എന്റെ പത്തിലു നീ എന്താണ് പറയുന്നത്? എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? വരൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ഡാൻസ് കളിക്കാമേ. മോട്ടു ഇത് ഡാക്കുവിന്റെ പാർട്ടിയാണ്. ഡാക്കുവിന്റെ പാർട്ടി. ഹലോ വലിയേട്ടന്മാരെ, നല്ല പാർട്ടി കേട്ടോ ഇത്. വളരെ നല്ല പാർട്ടി. എൻജോയ് എൻജോയ്. ഓടിക്കോ ഓടിക്കോ. ഓടുന്നു, വിടരുത് അവന്മാരെ. അവർ പോലീസിന്റെ ആൾക്കാരായിരിക്കും. നല്ല സംശയമുണ്ട്. ഓടിക്കോ. വേഗം സ്ഥലം വിട്. ചേടാ മോട്ടു, എന്താണ് ഇതൊക്കെ? നീ കാരണം ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ കാട് മൊത്തം ഓടിക്കുന്നു. എന്താണ് മോട്ടു ഇതൊക്കെ? നിനക്ക് ന്യായമാണോ? എന്താ പറഞ്ഞേ? എന്റെ വലിയേട്ടാ, നിങ്ങൾക്ക് ഈ കൊള്ളക്കാരെ കണ്ടിട്ട് യാതൊരു പേടിയുമില്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും വാചകടിയൊന്നും നിർത്തുന്നുണ്ടോ? നമ്മൾ ഇപ്പോൾ ഒരു വലിയ കൊള്ള സംഘത്തിന്റെ കൂട്ടത്തിലാണ് പെട്ടിരിക്കുന്നത്. നമുക്കിനി പോകാൻ വഴിയില്ല. എന്താ ചെയ്യാ? ഓടിക്കോ. ഇനി വേറെ എവിടെ ഓടി രക്ഷപ്പെടും? ചാരപ്രവർത്തി ചെയ്യാൻ വന്നതല്ലേ? പോയി പോലീസിന് ഒറ്റുകൊടുക്കും. വലിയേട്ടോ, ഞങ്ങൾ അപകടകാരികളൊന്നുമല്ല. ഞങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാർട്ടിയും കൂടണമെന്നുണ്ടായിരുന്നു. നല്ല ഭക്ഷണമോ? ദേ ഇപ്പൊ കാണിച്ചു തരാം. ഞാനൊന്നും ആലോചിക്കാതെ ഒന്നും കാണാതെ ഇവരോടൊപ്പം വന്നതാണ് ട്ടാ. ശരി ശരി, ഒരു കണ്ടീഷനിൽ ഞാൻ വെറുതെ വിടാം. ഞങ്ങൾക്ക് ഇനിയുള്ള ആഹാരം ഇനി നിങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ അർമാദിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ചിങ്കം സാറേ, ഹെൽപ്പ്! ഈ സമയത്ത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. എന്തിനാണോ താപ്പങ്ങോട്ട് കെട്ടിയെടുത്തത്? ചിങ്കം സാറേ, ഈ കൊള്ളക്കാരെയൊക്കെ ഫ്രീ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഡെലിവറി ചെയ്തതാ. എല്ലാവരും അറസ്റ്റ് ചെയ്യൂ, എന്നിട്ട് തുറകിലടയ്ക്കൂ. ഇതെന്ത് മായാജാലമാ? ചതിച്ചിട്ട് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നോ? താങ്ക് യു മോട്ടു പത്ലു. കോൺസ്റ്റബിൾസ്, ഈ കൊള്ളക്കാരെ ഇപ്പൊ തന്നെ പിടിച്ച് ജയിലിനകത്ത് ഇടൂ. ഇമ്മീഡിയറ്റ്ലി.
മോട്ടു പത്ലു, ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എല്ലാവരും ഈ കൊള്ളക്കാര സംഘത്തിനെ കൂട്ടിക്കൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്ന് എങ്ങനെ ചാടി കയറി? എങ്ങനെ 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 പറയൂ വേഗം. ചിങ്കം സാറേ, ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ഡോക്ടർ ജഡ്കയ്ക്കാണ് പോയി ചേരുക. മോട്ടുവിന്റെ അടുത്ത് ഡോക്ടർ ജഡ്കയുടെ ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അതിലെ ഒരു ബട്ടൺ അമർത്തിയപ്പോഴാണ് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. മോട്ടു, എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നതിന് മുന്നേ എന്റെ ഗാഡ്ജറ്റ് എനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക്. അതെ. നിങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് തോന്നുന്നു. ചേട്ടാ, എന്റെ ചങ്കേ, എന്റെ ബ്രോ, നമ്മൾ എല്ലാവരും ചേർന്ന് എന്തെങ്കിലും അടിപൊളിയായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാം. അതെ, എന്താ പറയുന്നേ? നമുക്കെല്ലാവർക്കും നദിയുടെ ഭാഗത്ത് പോയി ഇരിക്കാം. നദി 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 നദി, മനോഹരമായ നദി. ഇതിലിപ്പോ എന്താ പുതുമയുള്ളത്? ഒന്ന് പറ. എന്റെ അഭിപ്രായത്തിലേ മനോഹരമായ പൂക്കളുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാംന്നേ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയലൊന്നും നിർത്തുന്നുണ്ടോ? ആദ്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചായക്കടയിലേക്ക് ഒന്ന് പോകാം. എന്നിട്ട് ചായ പലഹാരമൊക്കെ കഴിക്കാം. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ വയറ്റിനകത്തേക്ക് ആക്കിയിട്ട് നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് ആലോചിക്കാം. നിങ്ങൾ എല്ലാവരും എന്ത് പറയുന്നു? അത് ശരിയാ. എന്നാ നമുക്ക് ചന്ദ്രനിൽ പോയിരുന്ന് സമൂസ കഴിച്ചാലോ? എന്റെ അമ്മേ. എന്റെ മോട്ടു, നീ എന്തിനാ തെറ്റായ സമയത്താ ബട്ടൺ അമർത്തിയത്? പൊളിച്ചെടുത്തല്ല, അത് കയ്യിന്ന് പോയല്ലോ. എന്റെ ചങ്കേ, എന്റെ ബ്രോ, എന്റെ ഗാഡ്ജറ്റ് പറന്നു പോവുകയാണ്. ആരെങ്കിലും അതൊന്ന് പിടിക്ക. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം ഇവിടെ പറന്നുകൊണ്ടിരിക്കണം. പിടിക്ക, ആരെങ്കിലും പിടിക്ക. ചേട്ടാ, എന്റെ ഗാഡ്ജറ്റ്. നമ്മള് ചന്ദ്രനിൽ വന്ന സ്ഥിതിക്ക് ഇനി നമ്മളെല്ലാവരും കൂടി ഏലിയനെ പോയി കണ്ടിട്ട് വന്നാലെന്താ? ഒന്ന് നിൽക്കൂ. ഞാൻ കരുതിയത് മനുഷ്യന്റെ ശരീരത്തിന് നല്ല ടേസ്റ്റ് ആണ് എന്നാണ്. ഇല്ല, മനുഷ്യ ഇറച്ചിയുടെ സ്വാദ് ഒരിക്കലും എമ്മ ആയിരിക്കില്ല. ഓടിക്കോ, ഓടിക്കോ. എന്റെ മോട്ടു, നീ ഞങ്ങളെ ഇത്രയും വലിയ പ്രശ്നത്തിലാണല്ലോ കൊണ്ടുവന്ന് ചാടിച്ചത്. സോറി പത്ലു, വെരി സോറി. നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. കാരണം വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ, ഓടിക്കോ. മര്യാദയ്ക്ക് എന്റെ കൂട്ടുകാരനെ വിടാനാ പറഞ്ഞത്. അല്ല, ഇത് എങ്ങനെ സംഭവിച്ചു? എനിക്കിപ്പോൾ നേരെ നിൽക്കാൻ കഴിയുന്നു. ശരിയായി. എന്റെ അമ്മോ, നിങ്ങൾ എന്നെ വെറുതെ വിടുവോ പ്ലീസ്? ഞാനൊരു ഇൻസ്പെക്ടറാണ്. ഞാൻ ഒരുപാട് കള്ളന്മാരെ പിടിച്ച് ജയിലിനകത്ത് ആക്കിയിട്ടുണ്ട്. എന്റെ കടമ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങളോട് ഞാൻ താണുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്റെ കൂട്ടുകാരൻ വെറുതെ വിട്ടേക്കൂ. അയ്യോ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനം നൽകാൻ പോവുകയാ. സമ്മാനോ? എന്തിന്? ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി കൂനും കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരെയും ശരിയാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു. പൊളിച്ചേ. Watch India's largest kids library only on Jio Hotstar. Download the app now.